ഇന്നത്തെ റെസിപ്പി വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള വെറൈറ്റി സ്നാക്കിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ കൂടി പോവരുത്, 1.5 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും. പിന്നെ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 സവാള ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞതും, അതുപോലെ തന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞതും, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, പിന്നെ 3 പച്ചമുളക് കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി സവാളൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. ഒരുപാട് സോഫ്റ്റായിട്ട് പോവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതിയാവും. അപ്പോൾ സവാളൊക്കെ ഏകദേശം വഴന്ന് കിട്ടിയാൽ ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 3/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ചില്ലി ഫ്ലേക്സ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുരുമുളക് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. മസാലയുടെ പച്ചമണക്കൊന്ന് മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഉടച്ചെടുക്കരുത്, ചെറിയൊരു കട്ടകട്ടായിട്ടൊക്കെ ഉള്ളതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് ഫൈനായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അങ്ങോട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് കുഴഞ്ഞു പോകണ്ട, ചെറുതായിട്ട് ചെറിയ പീസായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടന്നോട്ടെ, അങ്ങനെയാണ് ഇതിലേക്ക് വേണ്ടത്. ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുക്കുന്ന സമയത്ത് ഉപ്പും എരിവൊക്കെ കുറവുണ്ടെങ്കിൽ പാകത്തിന് കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് ഇതിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്, റോൾ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിലാണ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി അഥവാ ഒരുപാട് ലൂസായിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുത്താലും മതിയാവും. പൊടിയില്ലാത്ത ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ലൂസായിട്ടുണ്ടാവും, ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. ആ ഒരു സമയത്ത് ബ്രെഡ് ക്രംസ് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് ടൈറ്റാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാതും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഒരു ബൗളിൽ ഒരു കോഴിമുട്ട ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു ബൗളിൽ കുറച്ച് ബ്രെഡ് ക്രംസും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയൊരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കാനും വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ സ്നാക്കും മുട്ടയുടെ ബാറ്ററിൽ ആദ്യം ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോന്നും ഇതുപോലെ ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ടാകുമ്പോൾ പെട്ടെന്ന് എണ്ണ കുടിക്കും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്, സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതേ സ്നാക്ക് തന്നെ ഒന്ന് സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങിയിട്ട് 4ആക്കി മുറിച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കിഴങ്ങിൻ്റെ കൂട്ടൊന്ന് കയ്യിൽ വെച്ച് പരത്തിയിട്ട് ഉൾഭാഗത്ത് മുട്ട പുഴുങ്ങിയത് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ മുട്ട കബാബ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അതും ഒന്നും കൂടെ ടേസ്റ്റാണ്. ഉള്ളിൽ മുട്ടയും കൂടെ കഴിക്കാനുണ്ടാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും. രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.